ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് മോട്ടിവേറ്റ് ആവുന്ന ഒരു നല്ല അടിപൊളി വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ നമ്മളെ കിച്ചണിൽ ഓൾറെഡി വർക്കൊക്കെ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾ സ്കൂളിട്ട് വരുന്നവരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടേതായ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എത്ര പണിയുണ്ടെങ്കിലും നമ്മൾ ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും കംപ്ലീറ്റ് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടേതായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ ഒക്കെ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ ആവുന്ന ഒരു ടൈം റൊട്ടീനാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ മാറ്റി. ഇങ്ങനെ ബെഡ്ഷീറ്റ് എടുക്കൽ മിക്ക ദിവസങ്ങളിലും തിങ്കളാഴ്ച കേട്ടോ എടുക്കൽ. കാരണം എൻ്റെ ശനി ഞായറും സ്കൂള് ലീവാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയും കുത്തി മറിഞ്ഞ് കളിക്കുന്ന ബെഡ്ഷീറ്റായിരിക്കും. പിന്നെ തിങ്കളാഴ്ചകൾക്ക് വരെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് നിർത്തുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും ബെഡ്ഷീറ്റ് എടുത്തേ മതിയാവും, എല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറ്റ അഴുക്കായി പോകും. അപ്പോൾ അധിക ദിവസങ്ങളിലും വീക്കിലി ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ തിങ്കളാഴ്ച എടുക്കും. എന്നാൽ പിന്നെ വെള്ളിയാഴ്ച വരെ സ്കൂളിലേക്ക് കുട്ടികൾ പോകും. പിന്നെ അങ്ങനെ അങ്ങോട്ടേക്ക് വരില്ലല്ലോ. പിന്നെ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. അത് അവരെ ഹോംവർക്ക് ചെയ്യാനും അവർക്ക് പഠിക്കാനും അങ്ങനെയുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഞാൻ തിങ്കളാഴ്ച ബെഡ്ഷീറ്റ് കാര്യങ്ങളെടുക്കും. ബെഡ്ഷീറ്റ് എടുക്കുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മൾ മാറ്റുകൾ പിന്നെ അതേമാതിരി ടർക്കി അങ്ങനത്തെ ഒക്കെ എടുക്കും, നന്നായിട്ട് വാഷ് ചെയ്യും കേട്ടോ. തിങ്കളാഴ്ച എന്ന് പറഞ്ഞത് പിന്നെ അന്ന് അത്രയും ഞായറാഴ്ച വരെ കംപ്ലീറ്റ് തിരുമ്പി വാഷിംഗ് മെഷീനിൽ ഇത്തിരി റെസ്റ്റ് കിട്ടുന്ന ടൈം തിങ്കളാഴ്ചയാണ്. കാരണം യൂണിഫോം ഒന്നും ഉണ്ടാവില്ലല്ലോ അന്ന് വാഷ് ചെയ്യാൻ. അപ്പം ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാം കേട്ടോ. അപ്പം ഒരു തലക്കൽ നമ്മൾ വാഷിംഗ് മെഷീൻ രാവിലെ തന്നെ അങ്ങോട്ട് ഓൺ ആക്കിയിടും. ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ 2-3 ട്രിപ്പായിട്ട് ഉണ്ടാവും. ബ്ലാങ്കറ്റ് ഉണ്ടാവും, അങ്ങനെ ചവിട്ടികൾ അതുണ്ടാവും, പിന്നെ ടർക്കികൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനത്തെ കംപ്ലീറ്റ് വാഷിംഗ് ആണ് നടക്കുക. അത് മൺഡേത്തെ കാര്യം കേട്ടോ, തിങ്കളാഴ്ചത്തെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ തിങ്കളാഴ്ച ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടി ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി തലേന്ന് രാത്രി തന്നെ മാവ് അരച്ച് വെച്ചതുകൊണ്ട് ദോശ ചുട്ടെടുക്കാൻ പിന്നെ അത്ര പ്രയാസമില്ല. പിന്നെ ലഞ്ചിന് നമ്മൾ കുട്ടികൾക്ക് മന്തിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലായിടത്തും നന്നായിട്ടൊന്ന് എടുത്ത് വെച്ച് നന്നായിട്ട് അടിച്ചു വാരി തുടച്ച് വെക്കും. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ രാവിലെ തന്നെ ദോശയാണെന്നുള്ളത്. അപ്പോൾ ദോശമാവ് നന്നായിട്ട് പതഞ്ഞ് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ദോശൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ ബജി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചട്ടിനി ഉണ്ട്, പിന്നെ ചെറുതായിട്ട് സ്നാക്സിന് പിസ്സ ദോശ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ടൊരു പിസ്സ ദോശയും തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസാണ്. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാണ്. അപ്പോൾ പിസ്സ ദോശക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ക്യാരറ്റും ഉള്ളിയും തക്കാളിയാണ്. നമ്മുടെ കയ്യിൽ ക്യാബേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമ്മുടെ സ്നാക്സിനായിട്ട് ഇന്ന് കൊടുത്തയക്കുന്നത് കുഞ്ഞു കുഞ്ഞു പിസ്സ ദോശയാണ്. അപ്പോൾ സ്നാക്സിന് ഞാൻ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പിസ്സ അല്ലെങ്കിൽ ബർഗർ അല്ലെങ്കിൽ ഹോട്ട് ഡോഗ്സ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സാധനം അപ്പം തന്നെ അവനെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ എന്തെങ്കിലും ഒരു പേര് മുന്നിൽ വെച്ച് കൊടുത്താൽ മതി. സംഭവം അങ്ങനെ ആയിക്കോണമെന്നില്ല, പക്ഷെ എന്നാലും അങ്ങനെ എന്തെങ്കിലും പേര് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതായിട്ട് പോകും കേട്ടോ. അതാണ് കേട്ടോ ഒരു ട്രിക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ ഇതിൻ്റെ കൂടെ പൊട്ടാറ്റോ ബജിക്കുള്ള പൊട്ടാറ്റോസൊക്കെയാണ് തോല് കളഞ്ഞെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ വെജിറ്റബിൾ കട്ടിങ്സും ഫസ്റ്റ് തന്നെ അങ്ങോട്ട് തീർത്ത് വെക്കും. അങ്ങനെ തീർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ് മാത്രം നോക്കിയാൽ മതിയല്ലോ. പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസിൻ്റെ തോല് അവിടെയും ഇവിടെയും നിൽക്കണ്ടല്ലോ, എല്ലാം ഒന്നിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്
ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബജീൻ്റെ റെസിപ്പി ആട്ടത്. ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 വിസിലൊക്കെ വെട്ടിയെടുക്കുക. നല്ലോണം പൊട്ടറ്റോ കുക്ക് ചെയ്ത് വരണേ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ദോശയിലേക്ക് കുറച്ച് ചട്ടിനി ഉണ്ടാക്കുന്നുണ്ട്. ഗ്രീൻ കളറിലുള്ള ചട്ടിനിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങ ചിരവി എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും അതേമാതിരി ചെറിയ ഉള്ളി, ചപ്പ്, പുതിന, കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ബജി നന്നായിട്ട് പൊട്ടാറ്റോ ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതേമാതിരി വറവിട്ടെടുക്കുക. കുറച്ച് കടുകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചപ്പും പുതിനയും ചേർത്ത് കൊടുത്തിട്ട് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബജിയും ചട്ടിനിയും കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി 2 ഐറ്റംസൊക്കെ ആകുമ്പോൾ കുറച്ച് മതിയല്ലോ, അത് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പിസ്സ ദോശയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഒനിയൻ, തക്കാളി, ഉള്ളി ഇത് 3ഉം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ചീസൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചീസൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാരണം ചീസൊക്കെ ആകുമ്പോൾ ചൂടോടെ കഴിക്കണം, എന്നാലേ അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ആ ടേസ്റ്റ് പിന്നീട് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ കുട്ടികൾക്ക്. അതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 5-8 ദോശ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ കൂടെ ചട്ടിനിയോ ബജിയോ ഒന്നുമില്ലാതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നതിൻ്റെ മുന്നേ തന്നെ സ്നാക്സിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചതാണ്. എന്നാൽ പിന്നെ കുട്ടികൾ വരുന്നതിനനുസരിച്ച് ചൂടോടെ ദോശ ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കോഴിമുട്ട, കാടമുട്ട കായം തേച്ച് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ലഞ്ചിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാട്ടോ. കുറച്ച് മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കാടമുട്ട ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ മന്തിൻ്റെ റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാം തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോയി. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ദോശ, പിസ്സ ദോശ കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. നെക്സ്റ്റ് സ്നാക്സൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ദോശയാണ്. അത് ഞാൻ അത്യാവശ്യം വലുതാക്കി ചൂടാമെന്ന് വിചാരിച്ചിട്ട് പാന് മാറ്റിയിട്ട് ഇതേമാതിരി ദോശ കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വലുതാക്കി ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബജി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ബജി ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തവയിൽ വെച്ചിട്ട് തന്നെ മടക്കിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് സാധാ പ്ലെയിൻ ദോശയും ചുട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം സെറ്റാവേ. അപ്പോൾ ദോശ ഒരു സൈഡിൽ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ടിഫിൻ ബോക്സ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ദോശക്ക് ആവശ്യത്തിന് എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വാഷ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ അത് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇത് വീഡിയോയിൽ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ച് ക്ലീനിങ്, കിച്ചണിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പം നമ്മുടെ ദോശൻ്റെ കൂടെ ഇന്ന് ചട്ടിനിയും കൂടി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ നോർമൽ ദോശൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് കണ്ണ് പൊടിയിടാൻ വേണ്ടി ഇതുപോലെ മിക്കി മൗസ് ദോശ, അവർ പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് കഴിയുന്ന ഷേപ്പിലൊക്കെ ഞാൻ തയ്യാറാക്കി കൊടുക്കേ. ഇത് തന്നെ നമ്മൾ മിക്കി മൗസ് ദോശ എന്നാട്ടോ പറയൽ. പിന്നെ അതേമാതിരി കാർ ദോശ കേട്ടോ പറയുന്നത്. വെഹിക്കിൾസിൻ്റെ ഭയങ്കര ക്രേസുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് കാറിൻ്റെ ദോശ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കാറിൻ്റെ ഷേപ്പിലൊക്കെ അതേമാതിരി ദോശ ഇട്ടൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടോ ആരെങ്കിലും? നിങ്ങളെ കുട്ടികളൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ അങ്ങനെ കാറ്, സ്പൈഡർമാൻ എന്നൊക്കെ ഒരു തട്ടുകൂട്ട് സ്പൈഡർമാനൊക്കെ കേട്ടോ ചെയ്ത് കൊടുക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നങ്ങ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോസിന് കൂടുതൽ എനിക്ക് പുതിയ പുതിയ വീഡിയോ പിന്നെ കുക്കിംഗ് ഐഡിയാസൊക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നമ്മുടെ വ്ളോഗ് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു തട്ടിക്കുട്ട് ദോശ ഒരു സൈഡിൽ ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് അത് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ ഓരോന്ന് വാഷ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് എല്ലാ പണിയും കഴിയണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓരോ വാഷ് ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ടേ. ഇനി ലാസ്റ്റ് കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയതിന് ശേഷം കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അത് ലാസ്റ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കൽ. കുട്ടികളങ്ങോട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് പിന്നെ പണിയെടുക്കാൻ. ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും റെസ്റ്റ് എടുക്കാൻ ഇരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ആണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ സിങ്കിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് കഴുകി സിങ്കൊക്കെ കഴുകി എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. രാവിലെ 9 മണിയാകുമ്പോഴത്തേനും തന്നെ കംപ്ലീറ്റ് പണിയും കഴിയാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസങ്ങളിൽ ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ഉണ്ടാവുക. കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുള്ളൂ. കുട്ടികൾ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി അങ്ങോട്ട് മടിയാവും. അപ്പോൾ ആ മടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മടിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ മടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ട് പിന്നെ അത് അന്നത്തെ ദിവസം ഞാൻ ഇരിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലപ്പെട്ട കമൻസുകൾ അറിയിക്കാനും മറക്കരുത്. മാത്രമല്ല നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു മോട്ടിവേറ്റ് ആയിട്ടുള്ള വേറൊരു വ്ളോഗായിട്ട് നാളെ കാണാം.